മായു മോനെ, ഹാപ്പി ന്യൂ ഇയർടാ. ഹാപ്പി ന്യൂ ഇയർ. എന്തൊരു സന്തോഷമാടാ പുതുവർഷമായപ്പോൾ. അതേടാ, അച്ഛൻ ഫോൺ ചെയ്ത് പറയുമ്പോഴാടാ ഞാൻ അറിയുന്നത് ഹാപ്പി ന്യൂ ഇയർ ആണെന്ന്. എത്ര സന്തോഷമല്ലേ ഞങ്ങൾക്ക്. തുള്ളിച്ചാടാൻ തോന്നടാ. എനിക്ക് എൻ്റെ പിറത്തിൽ രോമാഞ്ചമൊക്കെ വരുന്നു കേട്ടോ. മാമൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഒളിച്ചിരുന്ന് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ പറയണോടാ. എന്തൊരു സന്തോഷമല്ലേ നമുക്ക്. മാമനും വളരെ സന്തോഷമായിരിക്കും. എന്ത് പറയും, നമുക്ക് ഒളിച്ചിരിക്കണ്ടേടാ. അവിടെ പിടിക്കില്ലടാ, എനിക്ക് ചിരി വരുന്നുണ്ട്. എന്നാ ഇവൻ്റെ കാര്യം കൊണ്ട് ഞാൻ തൊട്ട് ചുമ്മാരിയടാ. ലുട്ടു, ഹാപ്പി ന്യൂ ഇയർ ഡി. ഒന്ന് പോടാ. ഹാപ്പി ന്യൂ ഇയർ ഡി. അവിടെ എന്താണ് ചോദിക്കട്ടെ. എടി എൻ്റെ പൊന്നു മുത്തേ, ഹാപ്പി ന്യൂ ഇയർ ആണടി ഇന്ന്. സമ്മതിച്ച്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ശരി. എടാ മായു, നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷമല്ലേ? അച്ഛൻ വിളിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞില്ലേ? എന്നെ വിളിച്ചില്ലല്ലേ? എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ ഒന്നും പറയാമായിരുന്നു. അച്ഛൻ വിളിച്ച് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. നിങ്ങൾ ആഘോഷിച്ചോ, എനിക്കൊരു കുഴപ്പവുമില്ല. ഇവൾ എന്തൊക്കെ ഈ പറയുന്നത്? അച്ചാമ്മയ്ക്ക് ഫോണില്ലാത്തതായിരുന്നു കുഴപ്പം. എൻ്റെ പൊന്നു മോളെ, നീ എങ്ങനെ വിഷമിച്ചിരിക്കല്ലേ. മാമൻ ജോലിയും കഴിഞ്ഞ് വന്നാലേ ചിക്കൻ ഫ്രൈയൊക്കെ ഇന്ന് നമുക്ക് കിട്ടൂലേ. ഹാപ്പി ന്യൂ ഇയർ അല്ലേടി. അച്ഛൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ വിളിച്ച് പറഞ്ഞത്. മനസ്സിലായോ നിനക്ക് പൊട്ടിപ്പെണ്ണെ? മാമൻ്റെ വക ചിക്കൻ ഫ്രൈയും അമ്മയുടെ വക എലിക്കറിയും. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എന്തൊരു സന്തോഷം. ഇന്ന് ഞങ്ങൾ അടിച്ച് പൊളിക്കുമല്ലേ. രാത്രി 12 മണിക്ക് ഇതെല്ലാം കൊണ്ടുവച്ച് ഞങ്ങൾ കഴിച്ച് സന്തോഷിക്കും. നിർത്ത്. ഇവളെൻ്റെ കണ്ണിൽ കുത്തി. അയ്യോ, എന്തോന്ന് കഴപ്പ്. എടി, നീ അറിഞ്ഞു വെച്ചോണ്ടല്ലേ കുത്തിയത് അങ്ങനെ കണ്ണിൽ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടാടി. ന്യൂ ഇയർ ആയിട്ട് കണ്ണിൽ കുത്തിയിട്ട് എന്തോ കഴപ്പെന്നറിയോ? ഇനി ആരും നിങ്ങൾ കളിച്ചോളി, എനിക്ക് വയ്യ. ഹായ് നോക്കൂ, 2025 പുതുവർഷം. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ നിങ്ങളെല്ലാവരും ഹാപ്പിയല്ലേ? ഞങ്ങളുടെ വീഡിയോയിലേക്ക് വരാം. പുതുവർഷമായിട്ട് നമ്മുടെ ലുട്ടുവിന് മാമൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാനൊരു കൊതി. നല്ലൊരു ദിവസമായിട്ട് മാമൻ അത് നിറവേറ്റുകയാണ്. അവൾ കുടിക്കട്ടെ. അതുപോലെ തന്നെ ഈ 2025 ആരെയൊന്നും കടി കൊള്ളാതെ അവൾ രക്ഷപ്പെടട്ടെ എന്ന് മാമൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കപ്പ് വെള്ളം അവൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പുതുവർഷത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമ്മുടെ പിള്ളേരും. അതുപോലെ ലുട്ടുവിൻ്റെ കാല് ഒരുവിധം നന്നായിട്ടുണ്ട്. അവനിപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഒരു പൂ വിരിഞ്ഞിരിക്കുന്നത് കണ്ടോ, അടിപൊളിയാവുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ മായു അമ്മയും കളിച്ച് അമ്മ മായുവിനെ തള്ളി താഴെ ഇട്ടു. അതാണ് അമ്മ നോക്കുന്നത്. മായു കയറി വരാൻ നോക്കുന്നു. അങ്ങനെ പുതുവർഷമായിട്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. അമ്മ ഇത്രയും കൊഞ്ചിച്ച് സന്തോഷിക്കുന്നൊരു ദിവസം സത്യത്തിൽ മാമൻ കണ്ടിട്ടില്ല. ഇന്ന് വളരെ ഹാപ്പി തന്നെയാണ്. ഹാപ്പി ന്യൂ ഇയർ തന്നെയാണ് അവർക്ക്. അമ്മയും 2 മക്കളും വളരെ സന്തോഷത്തിലാണ് അവിടെ ഇരുന്നവർ കളിക്കുന്നത്. ഒരാൾ താഴെ ഇറങ്ങി പോവുകയും അതുപോലെ തിരിച്ച് മേളിൽ കയറി വരികയൊക്കെ ചെയ്യുന്ന നല്ല കളികളാണല്ലേ. സന്തോഷമുള്ള. നോക്കിയേ, അമ്മ എത്ര സ്നേഹത്തോടെ ലാളിച്ച് കളിപ്പിക്കുന്നതെന്നറിയോ പിള്ളേരെ 2 പേരെ. അവിടെ നോക്കിയേ, അമ്മ കാണിക്കുന്ന വേല കണ്ടോ? ബാലൊക്കെ പെരുപ്പിച്ച് ഓടിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല തമാശയായിട്ട് കാണിക്കുകയാണ് കേട്ടോ അമ്മ. അതുപോലെ തന്നെ മക്കളും വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വകയും നിങ്ങളുടെ വകയായിട്ട് മാമൻ ഒരു ഹാപ്പി ന്യൂ ഇയർ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. സന്തോഷമായിട്ട് ഇതുപോലെ ഇരിക്കട്ടെ. ആർക്കും പിടി കൊടുക്കാതെ നന്നായി വളർന്ന് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കട്ടെ അല്ലേ. എന്നല്ലാതെ എല്ലാത്തിനും നമുക്ക് വളർത്താനും പറ്റില്ലല്ലോ. അമ്മ അങ്ങനെ മനോഹരമായിട്ടാണ് പിള്ളേരോട് പിടികൂടി കളിക്കുന്നത്. കൊള്ളാം. ഒരു കളിയിലും പങ്കെടുക്കാതെ നമ്മുടെ ലുട്ടു മാമി എന്തോ ചവയ്ക്കുന്ന കണ്ടിട്ട് വന്ന് നിൽക്കുകയാണ്. എന്താണെന്ന് മാമന് സത്യത്തിൽ അറിയില്ല കേട്ടോ. മാമി എന്താണ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. എന്തോ മാമി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറുക്കൻ്റെ കാലിൽ നഖം കൊണ്ട് പിടിച്ചതാണ്. ആ ഒരു കുത്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ. വലത് ഭാഗത്തെ മായുവും കുട്ടൂസും കളിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ലുട്ടു പോവുകയാണ് കേട്ടോ. ആ വയ്യാത്ത കാലും കൊണ്ട് കുറച്ച് നന്നായിട്ട് ഭേദമായി. ഞങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ചു. നന്നായിട്ടുണ്ട് അവൾക്ക് കേട്ടോ. 4-5 ദിവസം കഴിഞ്ഞാൽ അവൾ പഴയതുപോലെ ചാട്ടി ഓടി കളിക്കുന്ന വീഡിയോയുമായി ഞങ്ങൾ വരും. ലുട്ടു വരുന്നത് കണ്ട് അമ്മ വെയിറ്റിങ്ങിലായിരുന്നു. ചാടി പിടിച്ചു, വീണു. സന്തോഷം, ഹാപ്പി അല്ലേ അവർ. അതുപോലെ അടുത്തൊരു ടീം ഞങ്ങളുടെ കുഞ്ചും അമ്മയാണ് അതേ സ്ഥലത്ത് വന്ന് കളിക്കുന്നത്. കുഞ്ചു അവർ കുറച്ച് ലേറ്റായാണ് വന്നത്. അതുപോലെ നമ്മളുടെ ടീം മാറിപ്പോയ ഉടനെ അമ്മയും കുഞ്ചുമോളും അവിടെ വന്ന് കളിക്കുകയാണ്. അതുമാത്രമല്ല, എല്ലാ പേർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ വേറെ ശല്യങ്ങളില്ല.
കുഞ്ചുവും അമ്മയും കളിക്കുന്ന കണ്ട് നമ്മുടെ മായുവാണ് ദാ മരത്തിൽ കയറി കുഞ്ചുവിനെ ഒരു ആകർഷണം കൊടുത്ത് കളിപ്പിക്കുന്നത്. എന്തിനാണെന്നറിയോ? അവസാനം രണ്ടുപേരും കൂടെ ചെറിയ അടി കൂടാനാണ്. ഇവർ പിണക്കവുമാണ് എന്നാൽ ഇണക്കവുമാണ്. രണ്ടുപേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെ മുന്നിൽ ഒരു അടി കൂടും, എന്നിട്ട് ആരുമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സന്തോഷിച്ച് കളിക്കും. കണ്ടോ, അവൾ ഇറങ്ങി ചെല്ലുന്നുണ്ടോ? അങ്ങനെയുള്ള സ്നേഹമാണ്. ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് രണ്ടുപേരും അടി കൂടും. അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങളാരും കണ്ടാലും മൈൻഡ് ചെയ്യില്ല. ഇവർ ഞങ്ങളെ മുമ്പിൽ ഈ നാടകങ്ങളൊക്കെ കാണിക്കും കേട്ടോ. രണ്ടുപേരും ചാടി ചാടി ചേരുന്ന് കളിക്കുന്നുണ്ട് രണ്ടാളും. അങ്ങനെ കുഞ്ചുവിൻ്റെ അമ്മയാണ് ഈ കാവലിരുന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ടീം എല്ലാ പേരും ഈ ഒരു ജംഗ്ഷനിലാണ് ഒത്തുകൂടുന്നത്. ഈ അമ്മയും മോളും ഇവിടെ ഒത്തുകൂടിയിട്ട് ഇതുപോലെ നേരെ നടന്നങ്ങ് പോകും. വേറെ ഒന്ന് പറയാൻ, കുഞ്ചുമോള് നല്ല സുന്ദരിയാണ് കേട്ടോ. കാണാനേ ആ മുഖം എന്താ പറയുക, നല്ല നരിക്കുഞ്ചിനെ പോലെയുള്ള മുഖമാണ്. അവൾ കളിക്കുന്നത് തന്നെ നല്ല നേരം പോക്കാണ്. ഓഹോ, താഴെ പോകും, പോയി. അങ്ങനെ താഴോട്ട് പോകും, മേലോട്ട് കയറി വരും. ഇതൊക്കെയാണ് ഇവരുടെ കളി കേട്ടോ. കളിച്ച് താഴെ അങ്ങ് വീണു പോകും. അങ്ങനെ ഇഷ്ടമുള്ള ഈ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും അടിപൊളിയാണ്. ആരുടെ ശല്യങ്ങളില്ലാതെ ഇവർക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ അമ്മയ്ക്ക് നോക്കാനൊക്കെ പറ്റും. മായു വീണ്ടും കറങ്ങി വരികയാണ്. കുഞ്ചുവിൻ്റെ അമ്മയെ മായുവിന് കുറച്ച് പേടിയുണ്ട്. അവൾ ചീറ്റി കാണിക്കും. അങ്ങനെയാണ് അവൻ താഴെ ചാടിപ്പോയിരിക്കുന്നത്. കുഞ്ഞു സുന്ദരിക്ക് ആരും കൂട്ടില്ലെങ്കിലും അവൾ തനിച്ച് കളിക്കുന്നതൊക്കെ കാണാൻ വളരെ രസകരമാണ്. അതുപോലെ മായു കാണാൻ വേണ്ടിയിട്ട് മരത്തിൽ ചാടി കയറുകയും ഇറങ്ങുകയും അതുപോലെ മേലെ കയറി വരികയൊക്കെ ചെയ്ത് കാണിക്കുകയാണ് നമ്മുടെ സുന്ദരി. അമ്മയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മ പോകുന്നത് നോക്കിയേ. നമ്മുടെ മായു നോക്കിയേ, ടൈറ്റാനിക്കിലെ ആ സിനിമയുടെ ഒരു മോഡലായിട്ട് വന്നിരിക്കുന്നുണ്ടോ, കൂട്ടിനാളില്ലാതെ അങ്ങനെ തനിച്ചങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. അവിടെ നിന്ന് കാല് തെറ്റി താഴെ പോകാതിരുന്നാൽ അവന് നല്ലത്. രണ്ട് കൈയും വിട്ടൊക്കെ നിന്ന് കളിക്കുകയാണ്. എന്തായാലും കളിച്ചുകൊണ്ടിരുന്ന കുഞ്ചു അമ്മയും കറങ്ങാൻ പോയിട്ടുണ്ട്. മായുവിൻ്റെ അമ്മയും മായുവാണ് ഈ കിടന്ന് കാണിക്കുന്നത് കേട്ടോ. അമ്മയ്ക്കാണെങ്കിലോ വളരെ സ്നേഹം തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം. മായുവിനെ എന്തൊക്കെ കോഷ്ടി കാണിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ അവൾ കാണിച്ച് കൂട്ടാൻ നിൽക്കുകയാണ്. അതുപോലെ തള്ളി താഴെ ഇടാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടോ അമ്മയെ? നോക്കിയാണ് ആ പവർ കണ്ടോ. അമ്മയും അതുപോലെ സൂക്ഷിച്ചൊക്കെ നോക്കുകയാണ്. എന്താ നേരം പോക്ക് തങ്ങളിൽ. ചെറുക്ക തള്ളിയിട്ട് ഒരു ഇടിയങ്ങ് ഇടിച്ചു കൊടുത്ത് തള്ളി അങ്ങ് താഴെ പോയി. ഇറങ്ങി പോകുന്നത് നോക്കി നിൽക്കുകയാണ് അമ്മ. ഈ ടീമിനെ ആരും ഉപദ്രവിക്കാതെ ഇരുന്നാൽ എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കും. അവർക്ക് എന്നും ന്യൂ ഇയർ തന്നെയാണ്. അങ്ങനെയുള്ള സ്നേഹമുള്ള കളികളും തമാശകളുമാണ് നമ്മൾ ഈ കാണുന്നത്. അമ്മയുടെയും മകൻ്റെയും കളി കണ്ട് കുട്ടൂസും കൂടെ കൂടാൻ വരികയാണ്. നമുക്ക് നോക്കാം. അങ്ങനെ സന്തോഷമുള്ള കളികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ 2025. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതെ, വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.